നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ അവസാനത്തിൽ മരിച്ചുപോയ ആത്ലസ്റ്റൻ കിങ് എഗ്ബത്തിൻ്റെയും കിങ് റാഗ്നർ ലോത്ബ്രോക്കിൻ്റെയും കണ്ണിൽ വരും. ഫ്ലോക്കിയെ ഇതുപോലെ ക്ഷമിക്കുക എന്നതുപോലെ മേഴ്സി മേഴ്സി എന്നതുപോലെ ആത്ലസ്റ്റൻ റാഗ്നറിനോട് പറഞ്ഞല്ലോ. അപ്പോൾ റാഗ്നർ ഇങ്ങനെ ഫ്ലോക്കിയുള്ള ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഫ്ലോക്കിയുടെ കയറുകളൊക്കെ കോടാലിയെ കൊണ്ട് ഇങ്ങനെ അറുത്ത് വിടും. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 4 എപ്പിസോഡ് 4 യോൾ. തുടക്കത്തിൽ തന്നെ റാഗ്നർ ഒരു വലിയ ചട്ടിയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂൻ ആസ്ലോഗ് ഇതിനു മുൻപ് വില കൊടുത്തൊരു പെണ്ണിനെ വാങ്ങിയില്ലേ അടിമയായിട്ട്, അവളിങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റാഗ്നർ പറയും, മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്കാവില്ല. മരണം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മരണം, സുഹൃത്തുക്കളുടെ മരണം. പക്ഷെ എൻ്റെ മരണം മാത്രം എന്നിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ലോകത്ത് മരണദിവസം വിധിക്കപ്പെടാത്തതൊന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മരണദിവസം എന്താണെന്ന് നിനക്കറിയുമോ? എപ്പോൾ അവൾ എൻ്റെ ലോകത്തിൽ ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ അടിമ ജീവിതം അല്ലാതെ എനിക്കും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം റാഗ്നർ എൻ്റെ ലോകത്ത് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരെയും കൊല്ലുന്നതിനിടയിൽ ഞാനും അതിൻ്റെ ഇടയിൽ വെട്ടുകൊണ്ട് കിടക്കും. അപ്പം അവൾ, ഈ അടിമയായിട്ടുള്ള ജീവിതം പോലെ തന്നെയാണോ നിങ്ങളുടെ ജീവിതവും? അല്ലല്ലോ. അപ്പം റാഗ്നർ, ഒരു കിങ്ങും ഒരു അടിമയും മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. താല്പര്യം ഉണ്ടോ ഇല്ലയോ, ഇത് ചെയ്തേ മതിയാവൂ. ഇപ്പം അവളിങ്ങനെ റാഗ്നർ കുളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വന്നിങ്ങനെ ചുടുവെള്ളം ഒഴിക്കും. അങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനെ താഴെ പോകും. ഇപ്പം അവളിങ്ങനെ ആ വെള്ളമൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം റാഗ്നർ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പം അവളും ഇഡു എന്ന് പറയും. എവിടെ വെക്സസിൽ കിങ് എഗ്ബത്ത് ക്ഷണിച്ചത് കാരണം കൊണ്ട് കിങ് ഏല വന്നിട്ടുണ്ട്. ഇപ്പം കിങ് എഗ്ബത്ത്, നമ്മുടെ സുഹൃത്തും സഖ്യകക്ഷികളും വന്നിരിക്കുന്നത് ക്രിസ്മസ് കാലത്താണ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ അത്താഴം കഴിക്കും. അപ്പോൾ കിങ് ഏല, ക്യൂൻ കുന്നർത്ത്, ഇപ്പോൾ നിങ്ങൾ നല്ല ആഘോഷത്തിലാണെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. പക്ഷെ മേഴ്സിയുടെ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണ്? ഇങ്ങനെ ഛന്നാഭിന്നമായി തകർന്നു കിടക്കുന്ന ആ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളൊക്കെ മറ്റും നിങ്ങൾ എങ്ങനെയാണ് പുനർസ്ഥാപിക്കാൻ പോകുന്നത്? നിങ്ങൾ അവരെ കടന്നാക്രമിക്കണം. നോർത്തംബ്രയും വെക്സസും ചേർന്ന് നിലവിലെ ഭരണസമിതി തകർക്കണം. അങ്ങനെ നിങ്ങൾ വീണ്ടും ക്യൂനാവും അല്ലേ? തീർച്ചയായും, നിങ്ങളുടെ കാരുണ്യത്തിൽ. എന്നിട്ട് നിങ്ങളുടെ മകൻ മാഗ്നസ് റാഗ്നർ ലോത്ബ്രോക്കിൻ്റെ പുത്രൻ അനന്തരാവകാശിയാവും അല്ലേ? ഒരിക്കൽ ഞാൻ സകല ദൈവങ്ങളുടെയും മാലാകമാർക്കും മുന്നിൽ ഞാനൊരു സത്യം ചെയ്തിരുന്നു. ഒരു ദിവസം റാഗ്നർ ലോത്ബ്രോക്കിൻ്റെ അവസാനം എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും. അവൻ എൻ്റെ രാജ്യത്തിന് യാതൊരു മുന്നറിയിപ്പും നടത്താതെ ആക്രമിച്ചതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. അവൻ്റെ ജീവനെടുക്കും. അപ്പോൾ കുന്തനത്ത്, അപ്പോൾ നിങ്ങൾ അവനിൽ എനിക്കുണ്ടായ മകനെയും കൊല്ലുമോ? അപ്പോൾ കിങ് ഏല ഒന്നും തന്നെ വേണ്ടില്ല. അതായത് ഇതിനു മുൻപ് കിങ് ഏലയുടെ രാജ്യമായ നോർത്തംബ്രയിലാണ് റാഗ്നർ ആദ്യമായിട്ട് പോയത്. അപ്പോൾ തന്നെ റാഗ്നറിനെ കൊല്ലുമെന്ന് പറഞ്ഞ് കിങ് ഏല ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാത്തഘട്ടിൽ അവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യോൾ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ഉത്സവം. യോൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവരുടെ സംസ്കാര രീതിയിൽ പുതുവർഷത്തിൻ്റെ തുടക്കം. അവരുടെ സംസ്കാര രീതിയിൽ വൈക്കിംഗ് രീതികളിൽ അവർ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് വെച്ചാൽ, യോൾ ലോഗ് എന്ന് പറയുന്നൊരു വലിയൊരു മരമുണ്ട്. അത് വെട്ടിയിട്ട് വന്നിട്ട് അതിനിങ്ങനെ തീ കത്തിക്കും. അതുമാത്രമല്ലാതെ കുറേ ബലികളൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയാണ് അവരിങ്ങനെ പുതുവർഷത്തിനെ വരവേൽക്കുന്നത്. ഇപ്പം എല്ലാവരും കൂടെ നന്നായിട്ട് ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ റാഗ്നറിൻ്റെ ഗ്രേറ്റ് ഹാളിലേക്ക് യുഡു എന്ന് പറയുന്ന ആ അടിമ പെണ്ണിങ്ങനെ വരും. ക്യൂൻ ആസ്ലോഗിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതുപോലെ ഐവർ എണീറ്റു കരയുന്നു എന്ന് പറഞ്ഞ് പറയും. അപ്പം തന്നെ ആസ്ലോഗ് പോകും. ഇതെല്ലാം അടുത്തുനിന്ന് റാഗ്നറും കാണും. പക്ഷേ ഫ്ലോക്കിയാണെങ്കിൽ ഈ ആഘോഷങ്ങളൊന്നും നടക്കുന്നവിടേക്ക് പോകുന്നില്ല, ഇങ്ങനെ മാറി നിൽക്കും. യോൾ മരത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ടുപോയി എല്ലാവരും കൂടി ഇങ്ങനെ കെട്ടും. ഊബെ, ഹിൻസെങ്കി അവരെല്ലാവരും കൂടി ഇങ്ങനെ കെട്ടും. അപ്പോൾ ഐവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ റാഗ്നർ ഐവറിനെ, ദേ ഒന്ന് നോക്ക്, ഇതാണ് ഇത്തിൽ കണ്ണി. ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇതൊരു മാന്ത്രിക ചെടിയാണ്. വാ എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോയിട്ട് ഐവറിനോട് ഇതിങ്ങനെ കെട്ടാനായിട്ട് പറയും. പക്ഷേ ഐവറാണെങ്കിൽ കേട്ടില്ല, അങ്ങനെ താഴെയിടും. അപ്പോൾ ഇത് കാണുന്ന ആസ്ലോഗ് റാഗ്നറിൻ്റെ കയ്യിൽ നിന്ന് ഐവറിനെ വാങ്ങും. അവന് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറയും. അപ്പോൾ റാഗ്നർ, ഇവനെന്തോ ഒരു വലിയൊരു കുഴപ്പം ഉള്ളതുപോലുള്ള നിൻ്റെ ഈ പെരുമാറ്റം ഒന്ന് നിർത്ത്. ഇവൻ മറ്റുള്ള കുട്ടികളുടെ ഒപ്പം അവരിൽ ഒരാളായിട്ട് തന്നെ വളരട്ടെ. അപ്പോൾ ആസ്ലോഗ്, അവൻ മറ്റുള്ള കുട്ടികളെ പോലെയല്ല. ഇവന് നിങ്ങളെ പോലെയൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെയൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ഇവൻ നിങ്ങളെ പോലെയൊന്നും അല്ല, ഇവന് നിങ്ങളെ പോലൊന്നും ആവാനും പറ്റില്ല. അപ്പോൾ റാഗ്നർ, അവനെ നീ ഇനിയും ഒരു വികലാംഗനെ പോലെ തന്നെ പരിഗണിച്ചാൽ അവൻ ജീവിതകാലം മുഴുവനായിട്ട് അങ്ങനെ തന്നെ ആയിത്തീരും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഐവറിനെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
എല്ലാവരും ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം മോചിതനായ ഫ്ലോക്കി മാത്രം ഇതൊന്നും ആഘോഷിക്കില്ല. അദ്ദേഹം നേരെ പോയി സീറിനെ പോയി കാണും. അപ്പം ഫ്ലോക്കി അവിടെ പോയതും സീർ, അപ്പം അവസാനം നീ വന്നു അല്ലേ, ഒരുപാട് കാലമായി ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. അപ്പം ഫ്ലോക്കി, എന്ത് ഒരുപാട് കാലമായി കാത്തിരിക്കുന്നെന്നോ മനസ്സിലായില്ല. നൂറുകണക്കിന് വർഷങ്ങളായി ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ അവസ്ഥയിൽ ഈ തറയിൽ കാത്തു കിടക്കുകയാണ്. ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് നിനക്ക് വ്യക്തമായി അറിയാം. നിനക്കത് വ്യക്തമായി അറിയാമെന്ന് മനസ്സിലാകുന്നത് പോലെ കാണിക്ക്, നീ ആരാണെന്ന് എല്ലാവർക്കും കാണിക്കുക എന്ന് പറഞ്ഞത്. ഫ്ലോക്കി ഇങ്ങനെ കൈ നീട്ടിയതും സീർ ഇപ്പോൾ ഫ്ലോക്കിയുടെ കൈ നക്കും. സാധാരണയായിട്ട് സീറിൻ്റെ കൈകളാണ് എല്ലാവരും നക്കുന്നത്, പക്ഷേ ഇപ്പോൾ സീർ ഫ്ലോക്കിയുടെ കൈ തന്നെ നക്കുന്നു. ഇത് കാണുന്ന ഫ്ലോക്കി ഇങ്ങനെ എപ്പോഴും പോലെ ഇങ്ങനെ ചിരിക്കും. അയ്യോ, ഇനി മുതൽ അടുത്തത് ഫ്ലോക്കിയാണോ സീർ, ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ പാരീസിൽ റോളോട് കൂടിയുള്ള വിവാഹമോചനം നടത്താൻ വേണ്ടി പ്രിൻസസ് ഗിസ്ല റോബിൽ നിന്നൊരു വലിയ ബിഷപ്പിനെ കൂട്ടിക്കൊണ്ടുവരും. അദ്ദേഹം ഫ്രാങ്ക് ഭാഷയിൽ ഡ്യൂക്ക് റോളോ പരിശുദ്ധ മാർപ്പാപ്പ എന്ന നിലയിൽ നിഷ്പദമാക്കിയ അധികാരത്തിൽ പ്രിൻസസ് ഗിസ്ലയും നിങ്ങളുമായിട്ടുള്ള വിവാഹം ഔദ്യോഗികമായി വേർപെടുത്താനുള്ള നടപടിക്രമങ്ങൾക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിവാഹം പൂർണ്ണമാകാത്ത സ്ഥിതിക്ക് ക്രിസ്ത്യൻ നിയമപ്രകാരം ഇത് നിലനിൽക്കുന്നില്ല. എന്തായാലും ഞാൻ പറയുന്നതൊന്നും ഈ നോർത്ത് മാനിന് മനസ്സിലാവുന്നില്ല. അതെന്തായാലും ഉപകാരമായി. അപ്പറോളോ തിരിച്ച് ഫ്രാങ്ക് ഭാഷയിൽ, നിനക്കെന്തറിയാം കിളവ, നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാഷ പഠിച്ചു. പ്രിൻസസ് ഗിസ്ല, ഞാൻ യാചിക്കുകയാണ്, ഇത് ചെയ്യരുത്. നിന്നോടൊപ്പമുള്ള ജീവിതമാണ് എൻ്റെ വിധി, ഇനി കണ്ടറിയാം. ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മരണം വരെ പാരീസിനെ പ്രതിരോധിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് ഞെട്ടിയ ഗിസ്ല എല്ലായിടത്തും പുറത്തുവാനായിട്ട് പറയും, ഇപ്പം മാർപ്പാപ്പ, ഞാൻ റോമിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നത് ഉറപ്പായും നടത്തിയിട്ടേ പോവുള്ളൂ എന്ന് പറയും. അപ്പ ഗിസ്ല, നിങ്ങൾ പോയി വിശ്രമിക്കൂ. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ, അതെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞിങ്ങനെ അയച്ചുവിടും. റോളോ ഫ്രാങ്ക് ഭാഷ അവൾക്ക് വേണ്ടി പഠിച്ചത് അവൾക്കിപ്പോഴും നന്നായിട്ട് മതിപ്പ് തോന്നിയിട്ട് ഗിസ്ല റോളോയോട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ റോളോ, നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഭാഷ പഠിച്ച് എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു എന്നുള്ള കാര്യം മറച്ചു വയ്ക്കുന്നില്ല. ഏറ്റവും പ്രാധാന്യം നിങ്ങൾക്ക് എന്താണ്? നമ്മുടെ വിവാഹമോ, എംപറർ നൽകിയ അധികാരമോ, അതോ നിങ്ങളുടെ വൈക്കിംഗ് ആത്മാവോ? അപ്പോൾ റോളോ, നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ എൻ്റെ പോരാളികളെ തന്നെ കൊന്നു തള്ളിയതെല്ലാം കണ്ടല്ലോ. അതെ, പക്ഷെ അല്ലെങ്കിലും വൈക്കിങ്ങുകൾ അങ്ങനെ തന്നെ ആണല്ലോ, വ്യക്തിപരമായി എടുക്കില്ലേ? അപ്പറോളോ തൻ്റെ കയ്യിലുള്ള ആംറിങ് ഇങ്ങനെ അഴിച്ചിട്ട്, ഇതെനിക്ക് വലുതാണ്, ഇതെനിക്ക് വ്യക്തിപരമായിട്ടും പ്രാധാന്യമായിട്ടും ഉള്ളതാണ്. അതങ്ങനെ അഴിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട്, നീ ഇത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയും. റാഗ്നർ രാത്രിയിൽ സമാധാനത്തിൽ കിടന്നുറങ്ങുമ്പോൾ അപ്പോൾ ക്യൂനാസ്ലോഗിന് ഉറക്കം വരാത്തത് കാരണം കൊണ്ട് റാഗ്നറിനോട് അനാവശ്യമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. നിങ്ങൾ ആ അടിമയായിട്ടുള്ള ഈഡുവിനെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് സമയം അവൾക്കൊപ്പം ചിലവഴിക്കുന്നുണ്ടോ? വേണമെങ്കിൽ നിങ്ങൾക്ക് അവൾക്കൊപ്പം പോവാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്തു തരാം, ധൈര്യമായിട്ട് പോയിക്കോളൂ. അപ്പം റാഗ്നർ, നിനക്ക് അതാണ് ആവണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് റാഗ്നർ അങ്ങനെ മിണ്ടാതെ കിടക്കും. പാരീസിൽ ഉള്ള റോളോയും ഗിസ്ലയും ഇപ്പം നന്നായിട്ട് പ്രണയത്തിലായിട്ട് റൊമാൻറ്റിക് ആവും. ഇവിടെ കാത്തകെട്ടിൽ അടുത്ത ദിവസം രാവിലെ ഈഡു എന്ന് പറയുന്ന ആ അടിമ പെണ്ണ് മര്യാദയ്ക്ക് പണിയൊന്നും ചെയ്യുന്നില്ല. ഒരു പന്നിയെ പോലും മര്യാദയ്ക്ക് മേയ്ക്കാനേ അറിയുന്നില്ല. ഇതെല്ലാം റാഗ്നറും ഇങ്ങനെ കാണും. ഇപ്പം അവളെ പിടിച്ചിട്ട് ചോദിക്കും, നീ എങ്ങനെയാണ് അടിമയായത്? നീ ജനിച്ചപ്പോൾ മുതൽ അടിമയൊന്നും അല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു പണി പോലും നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയുന്നില്ല. ഇപ്പം അവൾ പറയും, ഞാനും എൻ്റെ കുടുംബവുമായി കടൽ മാർഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടൽ കൊള്ളക്കാർ ഞങ്ങളുടെ കപ്പൽ ആക്രമിച്ചു. ചിലരെയൊക്കെ അവർ കൊന്നു, ചിലരെയൊക്കെ വിൽപ്പനയ്ക്കായി മാറ്റി നിർത്തി. എൻ്റെ സഹോദരന്മാരിൽ നിന്ന് എന്നെ അകറ്റി. അവർ എന്നിട്ട് എന്നെയും കൂട്ടി ആഴ്ചകളായിട്ടും ദിവസങ്ങളായിട്ടും ഒരു യാത്ര കൊണ്ടുപോയി. എന്നെ അവസാനം ഫ്രാങ്കിൽ വിറ്റു. അവസാനം ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഞാൻ എവിടെയാണ് ഉള്ളത് അവിടെ തന്നെയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു അടിമ ആലോചിക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പം റാഗ്നർ, വാ നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടങ്ങനെ പോകും. ഇത് റാഗ്നറിൻ്റെ പഴയ വീടാണെന്ന് തോന്നുന്നു, ഏളാവുന്നതിന് മുമ്പുള്ള വീട്. ഇപ്പം ഈഡു, ഇതേതാണ് സ്ഥലം? ഇതെൻ്റെ സ്ഥലമാണ്, ഇവിടെ ആരും വരില്ല. നിനക്ക് തോന്നുമ്പോൾ വരാം, നിനക്ക് തോന്നുമ്പോൾ പോവാം. ഇതെല്ലാം സാധ്യമാണോ? ഞാൻ കിങ് ആണ്, ഇവിടെ എല്ലാം സാധ്യമാണ്. അപ്പോൾ ഒരു അടിമ എന്ന നിലയിൽ എൻ്റെ ജോലി എന്താണ്? അപ്പം റാഗ്നർ, ഇനി അതിൻ്റെ ആവശ്യമില്ല, നീ ഒരു മോശമായിട്ടുള്ള അടിമയാണ്, നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ അടിമത്തത്തിൽ നിന്നിങ്ങനെ മോചിതയാക്കും. ഇവിടെ റാഗ്നറിൻ്റെ ഈ സ്ഥലത്താണെങ്കിൽ വലിയ വലിയ പാമ്പുകളൊക്കെ ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പോകും തോറും നമുക്ക് നോക്കാം.
ഇവിടെ ഒറ്റയ്ക്ക് അതിജീവിക്കാനുള്ള കഴിവ് നേടാനായിട്ട് പോയ ബിയാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പച്ച കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആയുധങ്ങളെല്ലാം എടുത്തിട്ട് പിന്നെയും യാത്ര തുടങ്ങും. ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാൽഫ് എയർലൻഡറിനോ ഒരു വലിയ മനുഷ്യ മൃഗത്തിനെ ബിയാണിനെ കൊല്ലാനായിട്ട് അയച്ചു വിട്ടില്ലേ. ആ വലിയ മനുഷ്യൻ വലിയൊരു കോടാലിയും കൊണ്ട് ബിയാണിനെ കൊല്ലാൻ വേണ്ടി വരും. വന്ന് 2-3 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വന്ന് ആക്രമിച്ചിട്ട് അങ്ങനെ ആ വലിയ മനുഷ്യൻ അങ്ങനെ മറഞ്ഞു പോകും. അങ്ങനെ കുറേ നേരം ചെയ്തുകൊണ്ടേയിരിക്കും. ബിയാണും ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് തയ്യാറായിട്ട് തന്നെ നിൽക്കും. ആ മനുഷ്യൻ്റെ കയ്യിലാണെങ്കിൽ കുറേ തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. ഈ വനത്തിനുള്ളിലൊക്കെ എങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കണോ അതുപോലുള്ള ആയുധങ്ങളൊക്കെ തന്നെ. ഇപ്പം ആ മനുഷ്യൻ ഇങ്ങനെ മറഞ്ഞു പോകുന്നത് കണ്ട് ബിയാണും ഇങ്ങനെ മറഞ്ഞാക്രമിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മറഞ്ഞിരിക്കും. ഇപ്പം ആ മനുഷ്യൻ ബിയാണിനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ബിയാൺ ആ മനുഷ്യനെ കണ്ടത് ഇപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നല്ല അടിയാവും. ബിയാൺ ഇങ്ങനെ കത്തിയെടുത്ത് ആ മനുഷ്യൻ്റെ നെഞ്ചത്ത് തന്നെ കുത്തി ഇറക്കും. ബിയാണിൻ്റെ കയ്യിലാണെങ്കിൽ മീൻ ചൂണ്ടകളുടെ ആ കൊക്കികളൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് ആ മനുഷ്യൻ്റെ മുഖത്ത് തന്നെ ഇട്ടിട്ട് ആ മരത്തിൽ അങ്ങനെ വലിച്ച് കെട്ടും. ആ കൊക്കിയൊക്കെ ആ മനുഷ്യൻ്റെ മുഖത്ത് പെട്ടിങ്ങനെ വലിച്ചു നിൽക്കും. എന്നിട്ട് ആ മനുഷ്യൻ്റെ കയ്യിലുള്ള മോതിരം ബിയാൺ ഇങ്ങനെ വാങ്ങും. എന്നിട്ട് ആരാണ് നിന്നെ അയച്ചത് എന്ന് പറഞ്ഞ് ചോദിക്കും. എന്നിട്ട് അവൻ്റെ മുഖത്തൊക്കെ കത്തിയും കൊണ്ട് ഇങ്ങനെ വരയ്ക്കും. അവനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടില്ല. ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ബിയാൺ അവൻ്റെ വയറങ്ങനെ കീറിയതും കോട്ടലൊക്കെ അങ്ങനെ താഴെ വീണ് അങ്ങനെ അവൻ അങ്ങനെ മരിക്കും. ഇപ്പൊ ക്യൂൻ ആസ്ലോഗ് ഐവറിനെ എടുത്തുകൊണ്ട് ഫ്ലോക്കിയുടെ വീട്ടിലേക്ക് വരും. അപ്പ ഫ്ലോക്കി എന്താണ് വേണ്ടത്? അപ്പോൾ സിഗി ഫ്ലോക്കി മിണ്ടാതിരിക്കുക, ക്യൂൺ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഇത് നമുക്ക് അഭിമാനമാണ്. ഇപ്പം ആസ്ലോഗ് ഫ്ലോക്കി, ഞാൻ എൻ്റെ പൊന്നു മോനെ നിന്നിൽ ഏൽപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവനാണ് ഐവർ. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവനെയാണ്. ഫ്ലോക്കി, നിനക്കറിയാലോ ഇവൻ ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ ദൈവങ്ങളെപ്പറ്റി ഇവനെ നീ പഠിപ്പിക്കണം. നേരായ വഴി ഐവറിനെ നീ പഠിപ്പിക്കണം. നീ വെറുത്തതുപോലുള്ള ക്രിസ്ത്യൻ ദൈവങ്ങളെ വെറുക്കാൻ ഇവനെ പഠിപ്പിക്കണം. നിനക്ക് മാത്രമേ അത് പറ്റുള്ളൂ. റാഗ്നറിനെ കൊണ്ടത് കഴിയില്ല. എല്ലാ ദിവസവും ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവരും. നീ ഇവനെയും ഒരു വൈക്കിംഗ് ആക്കണം. നമ്മുടെ ചരിത്രങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും എല്ലാം ഇവൻ നന്നായി ആഴത്തിൽ അറിയണം. ഇപ്പം ഫ്ലോക്കിക്കും നന്നായിട്ട് സന്തോഷമാവും. ഇവിടെ റാഗ്നർ ഒരു എലിയുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈഡു ഇതൊരു പുരാതന ചൈനീസ് മരുന്നാണ് എന്ന് പറഞ്ഞ് വെറ്റില കൊണ്ട് ബീഡ പോലെ എന്തോന്ന് ഉണ്ടാക്കിയിട്ട് റാഗ്നറിനെ ഇങ്ങനെ കഴിക്കാനായിട്ട് കൊടുക്കും. പക്ഷേ റാഗ്നർ ആണെങ്കിൽ അത് കഴിക്കില്ല. ഇതിലെന്തെങ്കിലും വിഷമുണ്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ അവൾ ഇങ്ങനെ കഴിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതിൽ യാതൊരു വിഷവും ഇല്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ റാഗ്നർ അതങ്ങനെ വാങ്ങിച്ച് അങ്ങനെ കഴിക്കും. ഇപ്പം റാഗ്നർ അത് കഴിച്ചത് നന്നായിട്ട് ലഹരിയായിട്ട് നന്നായിട്ട് ലഹരി തലയ്ക്ക് കയറിയിട്ട് ഒരു മുഴുവൻ പാമ്പിനെ പച്ചയ്ക്ക് അങ്ങനെ വിഴുങ്ങും. ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 10 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ പോയി എന്ന് തോന്നുന്നു. ലഹരിയായിട്ട് കളിപ്പാട്ടം പോലെ ഉണ്ടാക്കിയ തോണി എടുത്ത് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെയും ഒരു ബീഡ പോലത്തെ പിന്നെയും കഴിച്ചതും രാത്രിയിൽ ഇങ്ങനെ നൃത്തം ചെയ്യും. ചൈനീസ് നൃത്തമൊക്കെ ഇങ്ങനെ തീയും കൊണ്ട് ഇങ്ങനെ ചെയ്യും. ഇവിടെ ബിയാൺ ഹെഡേബിലേക്ക് വരും. ബിയാൺ, ലഗാത്ത, കാൾഫ്, ഏർലൻഡർ, ടോർവി എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും പേര് വിളിക്കും. ഏർലൻഡറും കാൾഫ് ഇപ്പം പേടിയും. കാൾഫ്, നീ ഒറ്റയ്ക്ക് കാട്ടിൽ പോയി അതിജീവിക്കുന്നു എന്ന് കേട്ടു. എന്തിനാ? എനിക്ക് ഒരാളെ കണ്ടെത്തണം, എനിക്കുള്ളിലുള്ള എന്നെ തന്നെ. ഇത് കേട്ടതും ലഗാത്തയ്ക്ക് അഭിമാനവും. കാൾഫ്, അപ്പോൾ നമ്മളിത് ആഘോഷിക്കണം. അപ്പോൾ ബിയാൻ, ആഘോഷമൊന്നും വേണ്ട, ഞാനിവിടെ വന്നിരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അത് ഞാൻ കണ്ടു. 2, എനിക്കൊപ്പം ടോർവിയെ ഞാൻ കാത്തഘട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഏർലൻഡർ, നീ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയെ പറ്റിയാണ്. അതെ, പക്ഷെ നീ നിൻ്റെ ഭാര്യയെ നിൻ്റെ ഒരു ഭാര്യയെ പോലെയല്ല പെരുമാറുന്നത്, ഒരു അടിമയെ പോലെയാണ്. കാൾഫ്, ടോർവിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ടോർവി ചുറ്റും എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ബിയാണിനൊപ്പം പോകുന്നു എന്ന് പറയും. ഏർലൻഡർ, നന്നായി, പക്ഷെ കുഞ്ഞിവിടെ നിൽക്കട്ടെ, കുഞ്ഞ് എനിക്കൊപ്പം തന്നെ നിൽക്കട്ടെ എന്ന് പറയും. പക്ഷേ ഇതിൽ ടോർവിക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. ബിയാൺ ഇങ്ങനെ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ടോർവി, ബിയാൺ പോവല്ലേ എന്ന് പറയും. ഇത് കേൾക്കുന്ന ലഗാത്ത, നിനക്കെൻ്റെ മകനോടൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, നിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നമുക്കെല്ലാവർക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ടോർവി എന്ന് പറഞ്ഞ് ടോർവിയെ അങ്ങനെ അയച്ചുവിടും. എവിടെ വെക്സസിൽ കിങ് എഗ്ബത്ത് നോർത്തംബ്രയ്ക്കും മേഴ്സിക്കും വെക്സസിനും വേണ്ടി സഖ്യകക്ഷികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ മദ്യപിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതുവർഷം വരാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ ജൂഡിറ്റ് കിങ് എഗ്ബത്തിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏത്തൽ വുൾഫിൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കിങ് എഗ്ബത്തിൻ്റെ കൂടെയാണ് ഉള്ളത്. ഇതെല്ലാം ജൂഡിറ്റിൻ്റെ അച്ഛനായിട്ടുള്ള കിങ് ഏലിയൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം അദ്ദേഹം ജൂഡിറ്റിനെ വിളിച്ചിട്ട്, ജൂഡിറ്റ്, ഞാനൊരു വിഡ്ഢിയാണെന്നാണോ വിചാരിക്കുന്നത്? മനസ്സാക്ഷിക്കും പാരമ്പര്യത്തിനും എല്ലാത്തിനും എതിരായിട്ടുള്ള നിന്റെ ഈ ഭർത്താവിൻ്റെ അച്ഛനുമായിട്ടുള്ള അടുപ്പം കാണുമ്പോൾ എനിക്ക് ഈ വൃത്തികെട്ട ബന്ധം അനുവദിക്കാനാവില്ല. നീ എൻ്റെ മകളാണെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. നീ ഒരു മോശം ഭാര്യയാണ്.
വൃത്തികെട്ട അമ്മയാണ്, സ്ത്രീത്വത്തിന് തന്നെ ഒരു അപമാനമാണ്. നിനക്കുള്ള ശിക്ഷ എത്തുള്ളൂർഫ് എന്നോട് ചോദിച്ചാൽ ഉറപ്പായി ഞാൻ അനുവാദം നൽകും. ഇതെല്ലാം കേട്ടിട്ട് ജൂഡിൻ, ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മകളല്ല, ഞാൻ ആരുടെയും മകളല്ല. അത് കാരണം കൊണ്ട് ആര് പറയുന്നതും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇവിടെ പാരീസിൽ അത്താഴം എല്ലാവരും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടേക്ക് നല്ല ഭംഗിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഗിസ്ല നല്ല സുന്ദരിയായിട്ട് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ വരും. ദിവസങ്ങളായിട്ടാണ് ഗിസ്ലയുടെ മുഖത്തൊരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എംപറർ ചാർലസ് ഗിസ്ലയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ കാണുന്നത്. വന്നിട്ട് പറയും, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ ഭർത്താവെ, വരുമോ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും. അപ്പോൾ തന്നെ ഡ്യൂക്ക് റോളോനെ അങ്ങനെ കൂട്ടിയിട്ട് മുകളിലുള്ള മുറിയിലേക്ക് പോകും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നന്നായിട്ട് റൊമാൻറ്റിക് ആവും. മുകളിലെ റൂമിലാണെങ്കിൽ, താഴെയാണെങ്കിൽ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഈ ശബ്ദമൊക്കെ കേൾക്കാം. പക്ഷേ എന്നാൽ ഇവരാരും അതൊന്നും ശ്രദ്ധിക്കാതെയും കേൾക്കാത്ത പോലെയും ഇങ്ങനെ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. കാത്തഘട്ടിൽ രാത്രിയിൽ കിങ് റാഗ്നറും അദ്ദേഹത്തിൻ്റെ ജനങ്ങളും യോൾ എന്ന് പറയുന്ന അവരുടെ ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യോൾ എന്ന് പറയുന്ന മരം എല്ലാവരും കൂടി ഇങ്ങനെ കത്തിക്കും. അവരുടെ സംസ്കാര രീതിയിൽ പുതുവർഷമായി. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ കാത്തഘട്ടിലേക്ക് ഒരു വൈക്കിംഗ് കപ്പൽ ഇങ്ങനെ വരും. ഇപ്പോൾ അവരങ്ങനെ ഗ്രേറ്റ് ഹാളിലേക്ക് നേരെ വരും. ഇപ്പോൾ അവിടെ ക്യൂൻ ആസ്ലോക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുത്തം വന്നിങ്ങനെ, ക്യൂൻ ആസ്ലോക്ക്, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹെറോൾഡ് എന്നാണ്. പക്ഷേ എൻ്റെ ആളുകൾ എന്നെ വിളിക്കുന്നത് കിങ് ഫൈൻ ഹെയർ എന്നാണ്. അപ്പ ആസ്ലോക്ക്, നിങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വന്നവരെ നന്നായിട്ട് ഇങ്ങനെ സൽക്കരിക്കും. ശരി, നിങ്ങളുടെ നാട് ഏതാണ്? തൺട്രപ്പ്. അതൊരു ചെറിയ രാജ്യമാണ്, നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയില്ല. ശരി, നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? കിങ് റാഗ്നർ ലോത്ബ്രോക്കും അദ്ദേഹം ദൂരം നടത്തിയ യാത്രകളുടെ കഥകളെക്കുറിച്ച് കേട്ടു. പാരീസിലും ഇംഗ്ലണ്ടിലും അദ്ദേഹം നടത്തിയ കൊള്ളയടികളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. അദ്ദേഹം പ്രശസ്തനാണ്. നേരിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ കാൽപ്പക്കിനൊപ്പം അടുത്തിരുന്നൊന്ന് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും റാഗ്നറിൻ്റെ കുട്ടികളുടെ കൂടെ കിങ് ഹെറോൾഡ് ഇങ്ങനെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടേക്ക് പിന്നെയും ആസ്ലോഗ് വന്ന് ഹെറോൾഡിനോട് പിന്നെയും ചോദിക്കും, നിങ്ങളുടെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അപ്പം പറയും, ഞാനൊരു പെണ്ണിന് വാക്ക് കൊടുത്തു. അവളൊരു പ്രിൻസസ് ആണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത്ര പ്രശസ്തനൊന്നും അല്ലാത്രേ. അവൾക്ക് വേറെയും ഒരുപാട് ആലോചനകൾ വരുന്നുണ്ടത്രേ. അപ്പം ആസ്ലോക്ക്, അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവളെ തട്ടിക്കൊണ്ടുപോയിക്കൂടെ? ശരിയാണ്, ഇതൊരു നല്ല ചോദ്യമാണ്. അവളെ നേടാനുള്ള യോഗ്യതയുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാനും തയ്യാറാണ്. ഈ മുഴുവൻ നോർവേയുടെയും കിങ് ആവാനും ഞാൻ തയ്യാറാണ്. അപ്പം അവൾ എന്തായാലും എന്നെ വിവാഹം കഴിക്കും. അപ്പം ആസ്ലോക്ക്, ഈ നോർവേ മുഴുവനായിട്ട് നിങ്ങളുടെ അധീനതയിൽ വരണമെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പരാജയപ്പെടുത്തേണ്ടി വരും. ഇവരിങ്ങനെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിങ് ഹെറോൾഡിന് ഊബെ ചെസ്സ് കളിച്ച് തോൽപ്പിക്കും. ഇപ്പം കാത്തഘട്ടിലേക്ക് ബിയാൻ ഹെഡേബിൽ നിന്ന് ടോർവിയും വിളിച്ചുകൊണ്ടുവരും. ഇപ്പം അവിടേക്ക് റാഗ്നർ ഇങ്ങനെ വരും. ജീവനോടുകൂടി ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കി എന്ന് പറഞ്ഞ് ബിയാനെ നോക്കിയിട്ട് നന്നായി എന്ന് പറയും. എന്നിട്ടിങ്ങനെ മുന്നോട്ട് റാഗ്നർ ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടെ ആസ്ലോഗ് ആണെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് കാണാം. പ്രധാനമായിട്ടും റാഗ്നറിൻ്റെ കസേരയിൽ തന്നെ അവൻ ഇരിക്കുന്നത് കണ്ടത് റാഗ്നർ ഇങ്ങനെ അടുത്ത് പോയിട്ട് ഒരുമാതിരി ഇങ്ങനെ നോട്ടം നോക്കിയിട്ട്, ശരി, നിങ്ങളാരാ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും. ഇവിടെ വച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇപ്പോൾ പുതുതായിട്ടൊരു കഥാപാത്രം കൂടെ ഈ കഥയിൽ വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം.